എൻ്റെ പേര് ബീന, എൻ്റെ ഭർത്താവ് സണ്ണി. അന്ന് 30-ാം തീയതി വെളുപ്പിന് ഉണ്ടായ ഉരുൾപൊട്ടൽ മുക്കാൽ ഭാഗവും നേരിട്ട് കാണാൻ പറ്റിയ ആളാണ് ഞാൻ. രാത്രി ഒരു 1:15 ഞങ്ങളുടെ താഴത്തെ വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പുറത്തൊക്കെ ഉരുൾ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ മുറ്റം നിറച്ച് വെള്ളമായിരുന്നു. ഞങ്ങളുടെ താഴ്ഭാഗത്തുള്ളവരെല്ലാവരും ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് ഓടി വന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായി. ഞങ്ങൾ 37 പേരുണ്ടായിരുന്നു. ആദ്യം നമ്മളെ വീടിൻ്റെ വലതുഭാഗത്തായിട്ടൊരു ഉരുൾ വന്ന് ആ ഉരുൾ വന്ന് നമ്മുടെ താഴത്തെ വീട്ടിലേക്ക് വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ വിവരം ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് അപ്പുറത്ത് ഉരുൾ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാര്യമായതൊന്നും ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഈ ഉരുൾ വന്ന് പോയ സ്ഥലത്ത് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം ഭയങ്കര വെള്ളം വരുന്നത് കണ്ടപാട് നമ്മൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു നമുക്ക് വേഗം പോയേക്കാം, വെള്ളം വരുന്നുണ്ട്, ഇനി നമുക്ക് ഉരുൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് വീട്ടോട്ട് പോയേക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ തിണ്ണേ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ഒരു ഉരുൾ വന്നിങ്ങനെ നമ്മൾ റോഡെ അങ്ങ് ഒലിച്ച് വെള്ളം പോകുന്നുണ്ട്. വെള്ളം പോയിക്കുന്ന സമയത്താണ് മാഷ് അങ്ങോട്ട് നടന്ന് ചെല്ലുന്നത്. അന്നേരം വലിയൊരു വെള്ളം വന്നപ്പോൾ കൂട്ടത്തിലുള്ള മാഷ് പറഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ഓടിക്കയറിയത് കടയിലോട്ടും കയറി മറ്റേ ഷിൻസ് ഇങ്ങോട്ടും ചാടുക ചെയ്തേ മാഷ് ലാസ്റ്റ് നിമിഷം വരെ പിടിച്ചു നിന്നു. 4ാമത് പൊട്ടിയ ഉരുളിൽ അവിടെ ഒരു കടയുണ്ടായിരുന്ന അടക്കം പോയി. പിന്നെ വന്ന ഉരുളെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോട്ടായിരുന്നു വന്നത്. 30-35 പേര് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും രക്ഷപ്പെടാനൊക്കെ നോക്കിയായിരുന്നു. ആരെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കെല്ലാം ഒന്നിച്ചങ്ങ് പോയേക്കാം, ആരും അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അവർ രക്ഷപ്പെടാൻ വേണ്ടി പോയായിരുന്നെങ്കിൽ അവരും വെള്ളത്തിലോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തടഞ്ഞു നിർത്തി. വേറെ പറഞ്ഞാൽ വീട് മൊത്തം ചളി കൊണ്ടങ്ങ് മുങ്ങി. വേറൊരു ഒന്നും പ്രശ്നമായിട്ടുള്ള കാര്യമായൊന്നും വന്നില്ല. അവർ കല്ല് വന്ന് തടഞ്ഞത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു 130 ലോഡ് മണ്ണ് ഇവിടുന്ന് ടിപ്പറിനടിച്ച് മാറ്റി. ഞങ്ങളുടെ മഞ്ഞച്ചീളിയിൽ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടായിരുന്നു. ആ ഗ്രോട്ടോയുടെ അടുത്തൊരു 4 മുറി കടയായിരുന്നു ഉണ്ടായിരുന്നത്. ഉരുൾപൊട്ടലിൽ മാതാവിൻ്റെ ഗ്രോട്ടോയും കടയും എല്ലാം ഒന്നടങ്കം എടുത്തുപോയി. പിന്നെ അവിടെ ഇപ്പോൾ ഞങ്ങളുടെ മാതാവിൻ്റെ ഗ്രോട്ടോ പോയി കഴിഞ്ഞതിന് ശേഷം വലിയൊരു കല്ലുകൾ വന്ന് നിൽപ്പുണ്ട്. പക്ഷെ ഒരു പക്ഷേങ്കിൽ ആ കല്ലുകളായിരിക്കും ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ടാവുകയെന്ന് ഞങ്ങൾ കരുതുന്നത്. ആ കല്ലവിടെ വന്ന് നിന്നതുകൊണ്ട് 4ാമത് വന്ന് ഉരുളൊരു ശക്തിയോടെ ഇങ്ങോട്ട് വരാതെ കടയും ആ കല്ലും പോയി പാലവും പൊട്ടിയത് കൊണ്ട് വലിയൊരു വെള്ളം ഇങ്ങോട്ട് വരാതെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതൊരു ശരിക്കൊരു അത്ഭുതം എന്ന് തന്നെ പറയാം. കാണുന്നവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ആ കല്ലാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന്. ഞങ്ങൾക്ക് മാതാവ് ഇരുന്ന കല്ല് പോയപ്പോൾ വേറൊരു കല്ല് അവിടെ പകരം തന്ന് ഞങ്ങളെ ജീവൻ രക്ഷിച്ചെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളെ ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങളെ ഒരു അടുപ്പും ഒരു ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, 2 ഗ്രൈൻഡർ, 3 ഗ്യാസ് കുറ്റി, പിന്നെ അടുപ്പുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കുന്ന ചെരുവങ്ങൾ അതെല്ലാം അങ്ങ് പിന്നെ തേങ്ങ ചിരണ്ടെന്ന് വെച്ചാൽ അതെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയി. ഇനി അത് തുടങ്ങണം ഇനി പരിപാടി. ഞങ്ങളുടെ ഈ മഞ്ഞച്ചീളി അല്ലെങ്കിൽ വിലങ്ങാട് പറയുന്നത് കർഷകർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇത്രയും ഉരുൾ പൊട്ടി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കുറേ കർഷകരാണ് ഞങ്ങൾക്കിപ്പോൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമായ കാര്യങ്ങൾ ബാങ്ക് പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഒരു കാർഷിക ലോണെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബവും ഞങ്ങളുടെ ഈ ഏരിയയിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് ശാലോമിനോട് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ബാങ്കുകളുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ച് തന്നാൽ, ഒന്നുകൂടി പ്രയത്നിച്ചാൽ ഈ മലയോര ഗ്രാമം വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക്. കാരണം പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് മല കയറിയ കാരണന്മാർ ആനയോടും പുലിയോടും കരടിയോടും ഒക്കെ മല്ലടിച്ചല്ലേ നമുക്കിതെല്ലാം ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഈ തലമുറ ഒന്നുകൂടി പരിശ്രമിച്ചാൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഇങ്ങനെ മലമ്പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ ഇതൊരു പ്രതീക്ഷിക്കുക. നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ എപ്പോഴാണ് ഒരു ഉരുൾപൊട്ട് വരുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.